അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകൾ നിങ്ങൾ വല്ലാതെ അവഹേളിക്കപ്പെട്ടു, അതിനകത്ത് യേശു ഉണ്ടെന്ന്. എൻ്റെ അടുത്ത് യേശു വന്നാൽ ഇതുപോലെ ഇതിലൂടെ എല്ലാം പോയ ആളാണ്, എക്സ്പീരിയൻസ്ഡാണ്, ഒത്തിരി പരിചയ സമ്പത്തുണ്ടേ, ഇങ്ങനെയൊക്കെ പോയ ആളാണ്. കർത്താവിന് ഇതൊന്നും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കർത്താവിന് കൗൺസിലിംഗ് കൊടുക്കാതിരിക്കുക പ്ലീസ്. കർത്താവ് അതിന് നടുവിൽ ഇറങ്ങി കാത്ത് പരിപാലിക്കും. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ആരൊക്കെയോ വല്ലാത്ത ഭാരത്തിലൂടെ വിഷമത്തിലൂടെ ഒക്കെ പോകുന്നവരുണ്ടായിരിക്കാം. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം, ഒത്തിരി വർഷങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നൊരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വലുതെന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ കാലിന് താഴെ നിന്ന് മണ്ണ് ഒഴുകിപ്പോകുന്നത് പോലെ ഒഴുകിപ്പോയതുകൊണ്ട് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി പറയാൻ സാധിക്കും. ലോകത്തിൻ്റെ അടിസ്ഥാനങ്ങളും ലോകത്തിൻ്റെ താങ്ങുകളും ലോകത്തിൻ്റെ തണലുകളും ഒക്കെ നഷ്ടമായി പോയാലും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ഒരടിസ്ഥാനമുണ്ട്, ഒരു താങ്ങായി നിൽക്കുന്ന കരമുണ്ട്, തണലായി നിൽക്കുന്നൊരു വ്യക്തിയുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ തന്നെ ചാരുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഈ അടിസ്ഥാനത്തെ തകർത്ത് കളയുവാൻ ഒരാൾക്കും ഒരിക്കലും സാധ്യമല്ല. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഒരു കീ സ്പോൺസറാണ് നമ്മുടെ സ്പോൺസർ ലോമിൻ ആൻഡ് വിന്നി ഫ്രം തൃശ്ശൂരാണ്. കർത്താവ് ഇതുവരെ ചെയ്ത എല്ലാ നന്മകൾക്കുള്ള നന്ദി സൂചകമായിട്ടും അപ്പോൾ തന്നെ ഇന്ന് അവരുടെ വിവാഹ വാർഷികം കൂടിയാണ്. ഹാപ്പി ആനിവേഴ്സറി ലോമിൻ ആൻഡ് വിൽസി. കർത്താവ് ധാരാളമായിട്ട് രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ. വളരെ ശക്തരായിട്ടുള്ള ബ്ലെസ്സിങ് ടുഡേയിലുള്ള രണ്ട് ശുശ്രൂഷകരാണ്, വിൽനിയും അതുപോലെ ലോമിനും. കർത്താവ് കൂടുതലായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ വരുന്ന ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ, പ്രവൃത്തികൾ കാണുവാൻ ഈ ഒരു വർഷം വാഗ്ദാന നിവൃത്തിയുടെ ഒരു വർഷമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മഹത്തരമായ പ്രവൃത്തി, അത്ഭുതകരമായ പ്രവൃത്തി അത് വെളിപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ചൊവ്വ ബുധൻ 2 ദിവസങ്ങളായി നടക്കുന്ന സ്പെഷ്യൽ ക്യാമ്പിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ അയച്ചിട്ടുണ്ട്. ദയവായി ഇപ്പോൾ തന്നെ കൗമാരപ്രായത്തിലുള്ള നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, അവരെ ഇവിടെ എത്തിക്കുക. ഒരു വലിയ അനുഗ്രഹമാക്കി കർത്താവ് അത് തീർക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ മാസം 18-ാം തീയതി നമുക്ക് കോഴിക്കോട് ഒരു സ്പെഷ്യൽ മീറ്റിംഗ് നടക്കാനായിട്ട് പോകുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ കോഴിക്കോട് ബ്ലെസ്സിങ് ഫെസ്റ്റിവലാണ്. ബ്രദർ ഡാമിനും അതുപോലെ ഞാനും ഞങ്ങൾ ഒരുമിച്ച് അവിടേക്ക് വരാൻ പോവുകയാണ്. നിങ്ങളെ ഓരോരുത്തരും നേരിട്ട് കാണാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ദയവായി കടന്നു വരിക. മെയ് 1-ാം തീയതി നമ്മുടെ ഹാപ്പി ഹോംസ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ കാണാം. എല്ലാ ദമ്പതികളും രജിസ്റ്റർ ചെയ്യുക. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്കും അതുപോലെ ആരാധനയിലേക്കും നമുക്ക് കടക്കാം. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോടെന്നും.
നന്ദിയോടെന്നും ആരാധിക്കാം യേശു കർത്താവിനെ. ഞങ്ങൾ ആരാധിക്കും യേശു കർത്താവിനെ. വെൽക്കം ബാക്ക്. നമുക്ക് ഈ സമയത്ത് ഇന്നത്തെ പേജിലേക്കൊന്ന് പോകാം. ഡിവോഷണൽ ഡയറിയിലെ പേജ് ഏപ്രിൽ 10 ഫ്രൈഡേ. പ്രൊട്ടക്ഷൻ ആണ് ഇന്നത്തെ ഫോക്കസ് വേർഡ്. ഈ പലരും ഈ മോർണിംഗ് ഗ്ലോറി കണ്ടിട്ട് എനിക്ക് അവരുടെ സാക്ഷ്യങ്ങൾ അയക്കാറുണ്ട്, അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ. ചില ദിവസങ്ങളിൽ അവരനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ പോകുന്ന എക്സാക്റ്റ് അനുഭവമായിരിക്കാം പരിശുദ്ധാത്മ വചനങ്ങളോട് പറയുന്നത്, അല്ലെങ്കിൽ ആ ആവശ്യത്തിലിരിക്കുന്ന അതിൻ്റെ ദൂതായിരിക്കും പലപ്പോഴും പലർക്കും കിട്ടുന്നത്. അപ്പോൾ എന്നാലത് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ നമ്മളിതുമായിട്ട് ഒന്ന് ആക്സെപ്റ്റ് ചെയ്യണം. ദൈവമാണ് ഒരു ബ്രദറിൽ നിന്ന് ഇതിങ്ങനെ പറയുന്നു എന്നതിനേക്കാൾ ഇത് ദൈവത്തിൻ്റെ വചനമായിട്ട് തന്നെ എടുക്കുമ്പോഴാണ് അതിൻ്റെ ഫുൾ റിസൾട്ട് നമ്മളിലുണ്ടാകുള്ളൂ. ആക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെയാണ്. പ്രവാചകനെന്ന് വെച്ച് ഒരാളെ കൈക്കൊണ്ടാൽ പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് വചനമുണ്ട്. ഓൾറൈറ്റ്. സോ ഇന്നത്തെ ഫോക്കസ് വേർഡ് പ്രൊട്ടക്ഷനാണ്, സംരക്ഷണം. വളരെ വേഗത്തിൽ കമൻറ്റ് സെക്ഷനിൽ എത്ര പ്രാവശ്യം ടൈപ്പ് ചെയ്യാം അത്രയും പ്രാവശ്യം ടൈപ്പ് ചെയ്തിടുക, പ്രൊട്ടക്ഷൻ. ഇന്നത്തെ ഫോക്കസ് വേഴ്സ് നോക്കാമോ? 121 സങ്കീർത്തനം 7-ാമത്തെ വചനം. The Lord will keep you from all harm. He will watch over your life. സകല ദോഷങ്ങളിൽ നിന്നും യഹോവ നിന്നെ കാക്കും. അവൻ നിൻ്റെ ജീവിതത്തെ പരിപാലിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ കർത്താവിലേക്ക് വന്ന ആദ്യ സമയങ്ങളിൽ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു വചനമാണിത്. 121 സങ്കീർത്തനം മൊത്തം അതിൽ ഈ പ്രത്യേകിച്ച് ഈ വചനം. The Lord will keep you from all harm. അതങ്ങോട്ടൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് എന്തെല്ലാം ദോഷങ്ങൾ വന്നാലും, എത്ര വേട്ടക്കാരൻ്റെ കെണികൾ വന്നാലും, ആരെല്ലാം ദോഷം നിരൂപിച്ചാലും, ആരെല്ലാം ദോഷം പ്രവർത്തിക്കാൻ ശ്രമിച്ചാലും, എന്തെല്ലാം ഹാംഫുള്ളായിട്ടുള്ളത് ജീവിതത്തിലേക്ക് വന്നാലും, The Lord will keep me from all harm. സകല ദോഷങ്ങളിൽ നിന്ന് കർത്താവ് എന്നെ സംരക്ഷിക്കും. കർത്താവ് എന്നെ പരിപാലിക്കും. കർത്താവ് എന്നെ വിടുവിക്കും. He will watch over your life. ജീവിതത്തെ അവൻ ദൃഷ്ടി വച്ച് പരിപാലിക്കും. അതൊന്ന് വിശ്വസിക്കാമോ? പ്രഖ്യാപനം നോക്കുക. The Lord is my keeper. No evil can touch what he has blessed. കർത്താവിൻ്റെ പരിപാലകനാകുന്നു എന്ന് പറഞ്ഞേ. കർത്താവിൻ്റെ പരിപാലകനാകുന്നു. No evil can touch what he has blessed. ദൈവം അനുഗ്രഹിച്ചതിനെ ഒരു ദോഷവും തൊടുകയില്ല, ഒരു തിന്മയും തൊടുകയില്ല. ദൈവം അനുഗ്രഹിച്ചതാരാ? ഞാൻ. അവരവർ പറയാം. ദൈവം അനുഗ്രഹിച്ച എന്നെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട എന്നെ ഒരു ദോഷം ഒരിക്കലും തൊടുകയില്ല. ഇതെല്ലാം വാ കൊണ്ട് പറയണം. 91 സങ്കീർത്തനം നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ ഓരോന്നും ഏറ്റുപറയാം. അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവന് യഹോവയെക്കുറിച്ച്. അങ്ങനെയുള്ളവർ പറയട്ടെ. അവനെൻ്റെ സങ്കേതവും അവനെൻ്റെ ബലവും അവനെൻ്റെ കോട്ടയും അവനെൻ്റെ പരിചയവും അവനെൻ്റെ പലകയും. അങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു. അത് വാ കൊണ്ട് പറയണം, ചിന്തിച്ചാൽ പോരാ. ബൈബിൾ റീഡിങ് പ്ലാൻ അനുസരിച്ച് വായിക്കുമല്ലോ. പ്രൊട്ടക്ഷനെക്കുറിച്ച് നമുക്ക് നോക്കാം. നമ്പർ 1, പ്രൊട്ടക്ഷൻ കംസ് ഫ്രോം ഗോഡ്സ് കോൺസ്റ്റൻറ്റ് വാച്ച്ഫുൾനെസ്. ആ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒന്നാമത്തെ കാര്യം, എൻ്റെ സംരക്ഷണം വരുന്നത് നിരന്തരമായ ദൈവിക നിരീക്ഷണത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ നിരന്തരമായ ദൈവം എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, ദൈവം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്നാണ് ആ പ്രൊട്ടക്ഷൻ വരുന്നത്. ഇപ്പം നമ്മൾ ചില വീടുകളിൽ, സ്ഥാപനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ പല സ്ഥലങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യം, യു ആർ അണ്ടർ ക്യാമറ സർവേലൻസ് അല്ലെങ്കിൽ CCTV സർവേലൻസ്.
നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. എൻ്റെ അർത്ഥം എല്ലായിടങ്ങളിലും ക്യാമറകളും സെക്യൂരിറ്റി സിസ്റ്റവും പിടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ പോയ സമയത്ത് ലിഫ്റ്റിൻ്റെ അകത്ത് വരെ എഴുതി വച്ചിരിക്കുക, നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. അത് ലിഫ്റ്റിൻ്റെ അകത്തും ക്യാമറയുണ്ട്, സ്റ്റെയർ കേസിലൂടെ വന്നാലും ക്യാമറയുണ്ട്, ഓരോ ഫ്ലോറിലും ക്യാമറയുണ്ട്, ബിൽഡിങ്ങിന് ചുറ്റും ക്യാമറയുണ്ട്. നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ഇതുപോലെ കർത്താവിൻ്റെ കണ്ണുകൾ, അവൻ്റെ ദൃഷ്ടി ജീവിതത്തിൽ രാവിലെ തുടങ്ങി ഓരോ മൂവ്മെൻറ്റ്സും ഓരോ മൊമെൻറ്റ്സും കർത്താവ് ഇങ്ങനെ നോക്കി 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 ലൈഫ് മൊത്തം അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. ഹീ വിൽ വാച്ച് ഓവർ യുവർ ലൈഫ്. അവൻ നിൻ്റെ ജീവിതത്തെ പരിപാലിക്കും. ഹിസ് പ്രൊട്ടക്ഷൻ ഈസ് നോട്ട് ഒക്കേഷണൽ, ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. കർത്താവ് ഞായറാഴ്ച ദിവസം ആരാധനയുടെ ദിവസമല്ല, അന്നത്തെ ദിവസം കർത്താവ് ഇങ്ങനെ നോക്കി പരിപാലിക്കും. അങ്ങനെയല്ല, ജീവിതത്തിലുടനീളം തുടർമാനമായി അവൻ നിന്നെ പരിരക്ഷിക്കും. സങ്കീർത്തനങ്ങൾ 121, 3-4 വചനങ്ങൾ. അതേ സങ്കീർത്തനത്തിൽ 3-4 വചനങ്ങളിൽ ഹീ ഹു വാച്ചസ് ഓവർ യു വിൽ നോട്ട് സ്ലംബർ. നിന്നെ പരിപാലിക്കുന്നവൻ ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല. അപ്പോൾ അതിനകത്ത് കർത്താവിന് ഉറങ്ങേണ്ട ആവശ്യമില്ല. കർത്താവിന് ഉറങ്ങേണ്ട ആവശ്യമില്ല. ദൈവത്തിന് ഉറക്കം ആവശ്യമില്ല. നമുക്കാണ് ഉറക്കം ആവശ്യം. ഒരു ദിവസം കാലം ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേ ദിവസം വല്ലാതെ കണ്ണൊക്കെ വീർത്ത് മനസ്സൊന്നും ഷാർപ്പാകാതെ ഒരു ഓറിയൻറ്റേഷൻ ഇല്ലാതെ പോകും. എനിക്കങ്ങനെയാണ്, നിങ്ങൾക്കെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നന്നായി ശരിയായ ഉറക്കം കിട്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസം അതിൻ്റെ ഒരു ഹാങ് ഓവർ, അതിൻ്റെ ഒരു എന്തൊരു വല്ലായ്മ വന്നിച്ചിരിക്കും. കർത്താവിന് ഈ പ്രശ്നമില്ല. കാരണം അവൻ സാധാരണ മനുഷ്യനല്ല, അവൻ ആത്മസ്വരൂപിയാണ്, അവൻ അമർത്യനാണ്, അവന് ക്ഷീണമില്ല, മയക്കമില്ല. അവന് ഇങ്ങനെ, എനിക്ക് ഒത്തിരി പ്രാവശ്യം വണ്ടിയിലൊക്കെ കയറി വേറൊരാളാണ് ഓടിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് അങ്ങനെ തന്നെ അങ്ങ് ഉറങ്ങിപ്പോൾ. ഫ്ലൈറ്റിൽ എപ്പോഴും ഉറങ്ങാറില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കം ചിലപ്പോൾ കുറവായിരിക്കുമെങ്കിലും ഇടയ്ക്കിങ്ങനെ തൂങ്ങിപ്പോവും. പിന്നെ കൂടുതൽ ആളുകൾ ഉറങ്ങുന്നത് എപ്പോഴാണ്? ആരാധനയുടെ ഇടയില്ല. ഞായറാഴ്ച വരുമ്പോൾ കുറേ പേരൊക്കെ ഇങ്ങനെ, അപ്പോഴും ക്യാമറയുടെ കണ്ണുകൾ ചിലരെ പിടിക്കും. അപ്പോൾ എനിക്ക് കാണാൻ പറ്റും ഒരാളിൽ ഉറങ്ങുന്നതുകൊണ്ടോ. അവരറിയാതെ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ പോകുന്ന സമയത്തായിരിക്കും അവർ പ്രസംഗത്തിൽ വചന ശുശ്രൂഷക്കിടയിൽ നല്ല ഉറക്കത്തിലായിരിക്കും അവരിങ്ങനെ. ഈ പരിപാടി കർത്താവിനില്ല. അവൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. എന്നാൽ യേശു ഭൂമിയിലായിരുന്ന സമയത്ത് ഒരു വഞ്ചിയിൽ കിടന്ന് കർത്താവ് ഉറങ്ങിക്കളഞ്ഞു. അത് ഭയങ്കര ഉറക്കമായിരുന്നു. ആ സമയത്താണ് തിരമാലകളെല്ലാം വരുന്നു, ഇവർ ഭയങ്കരമായി നിലവിളിക്കുന്നു, ഞങ്ങൾ നശിച്ചു പോകുന്നില്ല, എനിക്ക് വിചാരമൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നു. അത് ഭൂമിയിൽ മനുഷ്യ ശരീരത്തിലായിരുന്ന സമയത്താണ് യേശുവിന് ഉറക്കം വന്നത്. എന്നാൽ ഇതല്ല. ഓഹോ, ഇത് കർത്താവ് ആത്മാവായതുകൊണ്ട് അവൻ ഉറങ്ങേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവൻ ഉറങ്ങാതെ മയങ്ങാതെ നിന്നെ പരിപാലിക്കുന്നു. സദൃശവാക്യങ്ങൾ 15:3 ദി ഐസ് ഓഫ് ദ ലോർഡ് ആർ എവ്രിവെയർ. യഹോവയുടെ കണ്ണുകൾ, കർത്താവിൻ്റെ കണ്ണുകൾ എല്ലായിടങ്ങളിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റഡാർ പോലെ എല്ലായിടങ്ങളിലും നോക്കിക്കൊണ്ടിരിക്കുന്നു. 1 ദിനവൃത്താന്തം 16:9 ദി ഐസ് ഓഫ് ദ ലോർഡ് റേഞ്ച് ത്രൂ ഔട്ട് ദി എർത്ത്. അവിടെ പറയുന്നത് യഹോവയുടെ ദൃഷ്ടികൾ, കർത്താവിൻ്റെ കണ്ണുകൾ ഭൂമിയിലെല്ലായിടം ഇങ്ങനെ ഊടാടി എന്ന് വെച്ചാൽ എല്ലായിടങ്ങളും ഇങ്ങനെ റഡാർ കണ്ണുകളായിട്ട് ഇങ്ങനെ സർവേലൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരോടും പൈസ കടം മേടിക്കാതെ, ആരിലും ആശ്രയിക്കാതെ അന്തസ്സോടെ ജീവിക്കാൻ താല്പര്യമുണ്ട്. ഒരു ക്രച്ചസ് ഇല്ലാതെ, ആർക്കും ഒരു ഭാരമാകാതെ അഭിമാനത്തോടെ ജീവിക്കാൻ താല്പര്യമുണ്ട്. ഏപ്രിൽ മാസത്തിൽ ബ്ലെസ്സിംഗ് ടുഡേ എല്ലാ ഞായറാഴ്ചയും പഠിപ്പിക്കുന്നത് ഈ കാര്യമാണ്. എന്ന് വെച്ചാൽ ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ മാറി ദൈവത്താൽ സൂപ്പർ നാച്ചുറലി അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല, കയ്യിൽ വരുന്ന പണം ബുദ്ധിയോടെ, ജ്ഞാനത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഈ പൈസ എങ്ങനെ വളർത്തിയെടുക്കണം. പൈസ വർദ്ധിപ്പിക്കാൻ ദൈവജനത്തിൽ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പറഞ്ഞ ഉപമയിൽ
ഒരാൾക്ക് 5 താലന്ത്, 2 താലന്ത്, 1 താലന്തൊക്കെ കൊടുത്തില്ലേ? പക്ഷെ ആ വർദ്ധിപ്പിക്കാതിരുന്ന 1 താലന്തുകാരനെ ദുഷ്ടനായിട്ടാണ് കണക്കാക്കിയത്. അങ്ങനെയെങ്കിൽ നമ്മുടെ കയ്യിൽ കർത്താവ് തരുന്ന പണം നമ്മളതിനെ ഇൻക്രീസ് ചെയ്യണം, അതിനെ വർദ്ധിപ്പിക്കണം എന്ന് മാത്രമല്ല, ഏറ്റവും ജനറസായി, ഏറ്റവും ആകപ്പാടെ ഒരു ജീവിതമേ നമുക്കുള്ളൂ. അത് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ എൻ്റെ മകൻ്റെ കല്യാണം വിളിക്കുന്ന പോലെ വിളിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഏപ്രിൽ മാസത്തെ ഞായറാഴ്ചകളിൽ ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് സെൻറ്ററിലേക്ക് വരണം. എല്ലാ ബ്ലെസ്സിങ് ടുഡേ സഭയിലും ഒരേ സന്ദേശമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് ടുഡേ സഭയിൽ നേരിട്ട് വരിക. ഇത് വരാൻ കാരണം ബ്രദറെ വീട്ടിലിരുന്ന് ഓൺലൈൻ കണ്ടാൽ പോരെ, ഹാർവസ്റ്റ് ടിവിയിൽ കണ്ടാൽ പോരെ എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ ഉത്തരം അങ്ങനെയും കേൾക്കാം. പക്ഷേ ശരിയായ അതിനുള്ള ഒരു വെൽത്ത് ക്രിയേഷൻ അനോയിൻറ്റിങ് വരണമെങ്കിൽ ഒരുപക്ഷെ തലമുറകളായി നിൽക്കുന്ന ചില ശാപങ്ങൾ മുറിഞ്ഞു മാറി ഒരു വലിയ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നടക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് വന്ന് ഈ ആവർത്തന പുസ്തകം 18:8 പറയുന്നത് പോലെ വെൽത്ത് ക്രിയേഷന് വേണ്ടിയുള്ള ഒരു എബിലിറ്റി അല്ലെങ്കിൽ അഭിഷേകം സ്വീകരിക്കണ്ടേ എന്നിങ്ങനെ പോയാൽ മതിയോ? ഇനി ഓൾറെഡി നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പോകുന്ന ഒരാളാണെങ്കിൽ നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഈ അഭിഷേകത്തെ സ്വീകരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ലേ? സോ ദിസ് ഇസ് ആൻ ഓപ്പൺ ഇൻവിറ്റേഷൻ. ഏപ്രിൽ മാസം, ദിസ് ഇസ് ദ മന്ത് ഓഫ് സൂപ്പർ നാച്ചുറൽ ബ്ലെസ്സിങ്. ദിസ് ഈസ് ഫ്രം ബ്ലെസ്സിങ് ടുഡേ. ഇന്ന് അനുഭവിക്കേണ്ട അവൻ്റെ നന്മ ഇന്ന് അനുഭവിക്കണം. സോ യു ആർ ഓൾ വെൽക്കം. ഒരു ഞായറാഴ്ച പോലും മുടങ്ങരുത്. ഇനി ഒരു ബ്ലെസ്സിങ് ടുഡേ ചർച്ച് ഇല്ലാത്ത ഒരു രാജ്യമാണ്, ഒരു സ്ഥലമാണെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾ ഓൺലൈനിൽ കാണുക. ഓൺലൈനിൽ കാണുമ്പോൾ ദയവായി അവൻ്റെ കമൻറ്റ് സെക്ഷനിൽ എല്ലാ ഞായറാഴ്ച ഇന്ന സ്ഥലത്ത് നിന്നാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞേക്കണം. ഞായറാഴ്ച രാവിലെ 7:45 ഇംഗ്ലീഷ് സർവീസ് ഉണ്ട്, 10 മണിയാകുമ്പോൾ മലയാളം സർവീസ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്നിൽ പങ്കെടുക്കുക. ഗോഡ് ബ്ലെസ് യു. സീ യു ദേർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്യൂരിറ്റി സിസ്റ്റം പല സ്ഥലങ്ങളിൽ സ്ഥാപിച്ചു കാണും. പക്ഷേ ചില സമയത്ത് സെക്യൂരിറ്റി സിസ്റ്റം ഫെയിലിയർ ആവും. അതിനെന്തെങ്കിലും കേടുവന്നു, സ്വിച്ച് ഓഫ് ആയിപ്പോയി, ബാറ്ററി ഫങ്ഷൻ ചെയ്തില്ല, ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ, മെമ്മറി കാർഡില്ല, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാൽ ഒരു പക്ഷേ ഈ സെക്യൂരിറ്റി സിസ്റ്റം, അതിൽ തന്നെ അലാം സിസ്റ്റമൊക്കെ ഉണ്ടല്ലോ ഇന്ന്, ആരെങ്കിലും മതിൽ ചാടിക്കിടക്കാനോ ഏതെങ്കിലും ക്രോസ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അനധികൃതമായി പ്രവേശിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അലാം മുഴങ്ങുന്ന, മൊബൈലിൽ മുഴങ്ങും, അവരുടെ കൺട്രോൾ റൂമിൽ മുഴങ്ങും, ഇങ്ങനെയൊക്കെയുള്ള സിസ്റ്റംസൊക്കെ ഇന്നുണ്ട്. ഇത് വർക്ക് ചെയ്തില്ലെങ്കിലും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ കണ്ണുകൾ നോക്കുന്നുണ്ട്, പരിപാലിക്കുന്നുണ്ട്. ഈ ഒരു ഉറപ്പ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഒത്തിരി നിലയിലുള്ള ഭയം നമ്മളെ വിട്ടുപോകും. പ്രത്യേകിച്ച് പെൺകുട്ടികളോട് ഞാൻ പറയാം, സ്ത്രീകളോട് ഞാൻ പറയാം, പരിപാലിക്കുന്നൊരു കർത്താവുണ്ട്. അതിൻ്റെ അർത്ഥം ബുദ്ധിമോശം ചെയ്യണമെന്ന്, പോകാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പോകണമെന്നൊന്നുമല്ല ഞാനീ പറയുന്നത്. പോകാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ അവരവരെ സൂക്ഷിക്കുക, പോകേണ്ട സ്ഥലങ്ങളിൽ പോയാൽ മതി. അപകടം പിടിച്ചൊരു സ്ഥലങ്ങളിലേക്ക് ഒറ്റയ്ക്ക് പോകണ്ട, അതെല്ലാം നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ തന്നെ ഒരു വിശ്വാസമകത്ത് വേണം. ദൈവം എൻ്റെ ശരിയായ രീതിയിൽ പോകേണ്ട സ്ഥലത്ത് മാത്രം പോയാൽ കർത്താവ് തീർച്ചയായിട്ടും നമ്മെ പരിപാലിക്കും. 2, പ്രൊട്ടക്ഷൻ കവേഴ്സ് ബോത്ത് സീൻ ആൻഡ് അൺസീൻ ഡേഞ്ചേഴ്സ്. ദൈവിക സംരക്ഷണം കാണുന്നതും കാണാത്തതുമായ, ദൃശ്യവും അദൃശ്യവുമായ അപകടങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു. ചില അപകടങ്ങൾ നമുക്ക് കാണാം, ചിലത് നമുക്ക് കാണാൻ പോലും സാധ്യമല്ല. പതിയിരിക്കുന്ന അപകടങ്ങളുണ്ട്, ഹിഡൻ ഡേഞ്ചേഴ്സ്. അതിൽ പോലും നമ്മെ സംരക്ഷിക്കുന്നതാണ് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ. ഇതെടുത്ത് പറയാനൊരു കാരണമുണ്ട്. കാരണം ഇത്രയേ ഉള്ളൂ, ദ ലോർഡ് വിൽ കീപ്പ് യു ഫ്രം ഓൾ ഹാം. അവൻ നിന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിക്കും, ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കും എന്നാണ് വാഗ്ദത്തം. അവിടെ നമ്മൾ മനസ്സിലാക്കണം, നോട്ട് എവ്രി ഡേഞ്ചർ ഈസ് വിസിബിൾ. എല്ലാ അപകടങ്ങളും നമുക്ക് കണ്ടുകൂടാ. ചില ഫൈനാൻഷ്യൽ ഡീൽസ്, ബിസിനസ് ഡീൽസ്, ലാൻഡ് ഡീൽസ്, ലോൺ ഡീൽസ് തുടങ്ങിയ പലതിൻ്റെയും പുറകിൽ പതിയിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ കാണും. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, പതിയിരിക്കുന്ന പല കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കാണും.
അപ്പോൾ എല്ലാം നമ്മൾ കാണുന്നില്ല. ചിലതൊക്കെ വർഷങ്ങൾക്ക് ശേഷം അയ്യോ ഇത്രയും വലിയ പ്രശ്നമായിരുന്നു ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മെ സംരക്ഷിക്കുന്ന മേഖലകൾ ഫിസിക്കൽ ഡേഞ്ചർ, ഭൗതികമായി ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, ഹിഡൻ ട്രാപ്സ്, ഒളിഞ്ഞിരിക്കുന്ന ട്രാപ്പുകൾ അല്ലെ കെണികൾ, അൺസീൻ അറ്റാക്സ്, അദൃശ്യമായ ചില ആക്രമണങ്ങൾ, ഇതിൽ നിന്നെല്ലാം കർത്താവിന് നമ്മെ വിടുവിക്കാൻ കഴിയും. സാം 91:3 ഹി ഡെലിവേഴ്സ് ഫ്രം ഹിഡൻ ഡേഞ്ചേഴ്സ് അവിടെ എഴുതിയിട്ടുണ്ട് ഇല്ലേ. മറഞ്ഞിരിക്കുന്ന രാത്രിയിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന, ഉച്ചയ്ക്ക് സംഹരിക്കുന്നതുണ്ട്, രാത്രിയിലേതവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അവിടെ എടുത്തു പറയുന്നുണ്ട്. സങ്കീർത്തനം 34:7 ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എൻകാംപ്സ് അറൗണ്ട് ദോസ് ഹു ഫിയർ ഹിം. ദൈവത്തെ ഭയപ്പെടുന്ന അല്ലെങ്കിൽ ദൈവത്തെ ബഹുമാനിക്കുന്നവർക്ക് ചുറ്റും ദൈവത്തിൻ്റെ ദൂതൻ പാളയമിറങ്ങി അവരെ വിടുവിക്കും. അപ്പോൾ ഇവിടെ ഏഞ്ചലിക് ബീയിങ്സിൻ്റെ ഒരു സംരക്ഷണം കൂടെ ദൈവമക്കൾക്കുണ്ട്. അതായത് എബ്രായ ലേഖനം 1:14 അനുസരിച്ച് രക്ഷ പ്രാപിക്കുന്നവർക്ക് വേണ്ടിയുള്ള സേവകാത്മാക്കളായിട്ടാണ് ദൈവത്തിൻ്റെ ശക്തന്മാരായ ദൂതന്മാർ ഫങ്ഷൻ ചെയ്യുന്നത്. ഒരാൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ് രാത്രി. ചില സമയത്ത് റോഡിൽ തന്നെ ചില ഭയങ്കര കുഴികളൊക്കെ കാണും. ഈ കുഴികളിൽ ചില സമയത്ത് കാണാതെ കുഴിയിൽ ഇറങ്ങി പുറത്ത് വരുമ്പോഴാണ് അയ്യോ കുഴി ഉണ്ടായിരുന്നു, വലിയൊരു ഗട്ടർ ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ വണ്ടിക്കൊരു ഷോക്ക് അബ്സോർബർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ കുറേ അധികം ഗട്ടറുകളും ഈ കുണ്ടും കുഴി എന്നൊക്കെ പറയുന്നതൊക്കെ ഈ ഷോക്ക് അബ്സോർബർ ഉള്ളതുകൊണ്ടാണ്, അതാണ് നമ്മെ അതിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നത്. അതല്ലാതെ അതില്ലെന്നിരിക്കട്ടെ, ഷോക്ക് അബ്സോർബർ ഇല്ലാത്തൊരു വണ്ടിയാണെങ്കിൽ, ഇപ്പോൾ പഴയ രീതിയിലുള്ള കാളവണ്ടിയാണെന്ന് വിചാരിക്കും, ഓരോ ഗട്ടറുകളിലും അത് ഇറങ്ങി കയറി കഴിയുമ്പോഴുള്ള നമ്മുടെ ശരീരത്തിലുള്ള ഹേമം എത്ര വലുതായിരിക്കും. എന്നാൽ ഇതങ്ങനെയല്ല. സസ്പെൻഷൻ സിസ്റ്റം ഉള്ളതുകൊണ്ട് അത് ആ ഷോക്ക് അബ്സോർബ് ചെയ്യുകയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ കാണാതെ നമ്മൾ വീണുപോകുന്ന ചില അപകടങ്ങളുണ്ട്. ഇതിൽ നിന്നൊക്കെ കർത്താവാണ് നമ്മളെ പരിപാലിക്കുന്നത്. ഞാൻ ഇനി അടുത്ത 3-ാമത്തെ പോയിൻ്റ് പറയുന്നതിന് മുമ്പ് ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട, ചിലപ്പോൾ എനിക്ക് പലരും അമ്മമാർ, പ്രത്യേകിച്ച് സ്ത്രീകൾ എനിക്ക് അയക്കുന്നൊരു വാട്സപ്പ് സന്ദേശമാണ്, ബ്രദറെ രാവിലെ പോയപ്പോൾ ഗ്യാസ് ഓഫാക്കാൻ മറന്നുപോയി, തിരിച്ചു വന്നപ്പോൾ അതിൻ്റെ മുകളിൽ പാത്രവും ആ പാത്രത്തിലുള്ള ഭക്ഷണവും കരിഞ്ഞ് കൽക്കരി പോലെ ആയിരിക്കുന്നു. ചിലരുടെയൊക്കെ പാത്രം ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ്, ഫ്രൈങ് പാനൊക്കെ ഇങ്ങനെ വളഞ്ഞുപോയി. എന്നിട്ടും വീടിന് കത്ത് പിടിക്കാതെ കർത്താവ് കാത്തു. അതാ പറഞ്ഞ ഹിഡൻ ഡേഞ്ചേഴ്സ്, നമുക്കറിയാത്ത എത്രയോ കാര്യങ്ങൾ. അടുത്തത് നിങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്. അടുത്തത് പറയുന്നതിന് മുമ്പ് ഒരു ഉപകാരം ചെയ്യും. അങ്ങനെ ദൈവം നിങ്ങളെ വിടുവിച്ച 100 അപായങ്ങൾ, അപകടങ്ങൾ, ഇങ്ങനെയുള്ള ഹിഡൻ ആയിട്ടുള്ളത് അറിയാതെ ബോധമില്ലാതെ നമ്മൾ ചിലതൊക്കെ ചെയ്തു പോയി, ഓഫാക്കാൻ മറന്നുപോയി. അതുകൂടാതെ വേറെ എന്തെങ്കിലും ആയിരിക്കും. ഇങ്ങനെയൊക്കെ മനുഷ്യരല്ലേ, നമുക്കല്ല, മനഃപൂർവ്വം ചെയ്യുന്നതല്ല. എന്നാൽ ഇതിൽ നിന്നൊക്കെ അതിഭയങ്കരമായ ആപത്ത് വരാതെ കാത്തു സൂക്ഷിച്ചെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ, ഇത്ര നീണ്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കമൻറ്റുകൾ പലരും വായിക്കും, പുസ്തകം വായിക്കുന്ന പോലെ ഇതിൻ്റെ കമൻറ്റുകൾ വായിക്കും. അപ്പോൾ ആ സമയത്ത് അവർക്ക് കൂടെ ആര് കണ്ടു ദൈവം നിങ്ങളെ വിടുവിച്ചൊരു സാക്ഷ്യമായിരിക്കും ഒരാളുടെ വിശ്വാസത്തെ ഇന്ന് ഉറപ്പിക്കുന്നത്. കമൻറ്റ് സെക്ഷൻ ടൈപ്പ് ചെയ്തിടാമോ? നമ്പർ 3, പ്രൊട്ടക്ഷൻ ഡസ് നോട്ട് മീൻ ആബ്സെൻസ് ഓഫ് ചാലഞ്ചസ്. ദൈവിക സംരക്ഷണമുണ്ട് എന്നതിൻ്റെ അർത്ഥം ഒരു വെല്ലുവിളികളും ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല എന്നല്ല. എൻ്റെ അർത്ഥം വെല്ലുവിളികളുണ്ടാവും, ഇനിയും വരും. ദൈവിക സംരക്ഷണം ഉള്ളതുകൊണ്ട് കർത്താവ് ഇതിൽ നിന്നെല്ലാത്തിൽ നിന്നും വിടുവിച്ച് തൻ്റെ നിത്യരാജ്യത്തിനായി നമ്മെ സംരക്ഷിക്കും. ഗോഡ്സ് പ്രോമിസ് ഈസ് നോട്ട് ദാറ്റ് വി വിൽ നെവർ ഫേസ് ട്രബിൾ, ബട്ട് ദാറ്റ് വി വിൽ ബി കെപ്റ്റ് ത്രൂ ഇറ്റ്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മോടുള്ളത് വ്യക്തമായി മനസ്സിലാക്കണം. ഒരിക്കലും ഇനി ഒരു ട്രബിളും ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന ദൈവം ഒരു ഗ്യാരണ്ടിയും നമുക്ക് തന്നിട്ടില്ല. പകരം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, കഷ്ടതകൾ ഒക്കെ വരുമ്പോൾ അതിനകത്ത്
കാത്ത് നമ്മെ അവൻ പരിപാലിക്കും എന്നുള്ളൊരു ഗ്യാരണ്ടിയാണ് നമുക്കുള്ളത്. 43-ാം അധ്യായം യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 2-ാം വചനത്തിൽ, വെൻ യു പാസ് ത്രൂ ദ വാട്ടേഴ്സ് ഐ വിൽ ബി വിത്ത് യു. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. വെള്ളത്തിൽ കടക്കാതെ ഞാൻ നിന്നെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അതിനുശേഷം തീയിലൂടെ പോകുന്ന കാര്യമാണ് പറയുന്നത്. തീയിലൂടെ പോകുമ്പോൾ അത് നീ വെന്തുപോയില്ല, അത് നിന്നെ ദഹിപ്പിക്കുകയില്ല. അതിൻ്റെ അർത്ഥം തീയിലൂടെ പോകും. ഇതല്ല, ഈ വെള്ളവും തീയും എല്ലാം കാണിക്കുന്ന വിവിധ രീതിയിലുള്ള പരിശോധനകളും അഗ്നിശോധനകളും ഒക്കെയാണ്. പക്ഷേ ഐ വിൽ ബി വിത്ത് യു എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കൂടി പോകുമ്പോൾ വെള്ളത്തിൽ കൂടി ഞാനും ഉണ്ട്, തീയിൽ കൂടി പോകുമ്പോൾ ഞാനും തീയിലിറങ്ങും. സംഭവിച്ചില്ലേ അങ്ങനെ? 3 എബ്രായ ബാലന്മാരെ തീയിലിട്ട സമയത്ത് ലിറ്ററലി അതിൻ്റെ ഉള്ളിൽ കർത്താവ് 4-ാമനായി ഇറങ്ങിയില്ലേ? ഇസ്രായേൽ ജനം ചെങ്കടലിലൂടെ പോകുമ്പോൾ അതിൻ്റെ മുൻപടയായും പിൻപടയായും കർത്താവും ആ വെള്ളത്തിലൂടെ പോയില്ലേ? വാക്ക് പാലിക്കില്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങളായിരിക്കുന്ന സാഹചര്യം, നിങ്ങൾ ഇന്ന് പോകുന്ന അഗ്നിശോധന ഒരുപക്ഷെ ഒരു കോർട്ട് കേസായിരിക്കാം, മാനനഷ്ട കേസായിരിക്കാം. നിങ്ങളെ ആളുകൾ സോഷ്യൽ മീഡിയയിലോ അല്ലാതെയോ വാട്സപ്പ് ഗ്രൂപ്പിലോ ഒക്കെ ഇട്ട് നിങ്ങളെ തേജോവധം ചെയ്ത് കാണാം. ഒരു വല്ലാത്ത പ്രതിസന്ധിയിലായിരിക്കാം നിങ്ങൾ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അതിനകത്ത് വെള്ളത്തിൻ്റെ അകത്ത്, തീയുടെ ഉള്ളിൽ അകത്ത് നിന്നോടൊപ്പം ഈ അഗ്നിപരിശോധനയിൽ തീയുടെ അകത്ത്, ഈ പരിശോധനയുടെ അകത്ത് സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവർ നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ആരുടെയൊക്കെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകൾ നിങ്ങൾ വല്ലാതെ അവഹേളിക്കപ്പെട്ടു, അതിനകത്ത് യേശു ഉണ്ടെന്ന്. എൻ്റെ അർത്ഥം യേശു എന്നാൽ ഇതുപോലെ ഇതിലൂടെ എല്ലാം പോയ ആളാണ്, എക്സ്പീരിയൻസ്ഡാണ്, ഒത്തിരി പരിചയ സമ്പത്തുണ്ടേ, ഇങ്ങനെയൊക്കെ പോയ ആളാണ്. കർത്താവിന് ഇതൊന്നും പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കർത്താവിന് കൗൺസിലിംഗ് കൊടുക്കാതിരിക്കുക പ്ലീസ്. കർത്താവ് അതിന് നടുവിൽ ഇറങ്ങി കാത്ത് പരിപാലിക്കും. യോഹന്നാൻ 16:33 ഇൻ ദിസ് വേൾഡ് യു വിൽ ഹാവ് ട്രബിൾ. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. സങ്കീർത്തനങ്ങൾ 23:4 ഈവൻ ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഐ വിൽ ഫിയർ നോ ഈവിൾ. കൂരിരുൾ താഴ്വരയിലൂടെ കടന്നു പോയാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. അതിനർത്ഥം കൂരിരുൾ താഴ്വരയിലൂടെ പോകാതെ അതിൻ്റെ ഇപ്പുറത്ത് വെച്ച് കർത്താവിനെ എടുത്തുകൊണ്ട് പോകും, തൂക്കിയെടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ടില്ല. അതിലൂടെ പോകും. കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ പോകും, കൂരിരുളിൻ്റെ താഴ്വരയിലൂടെ പോകാം, മരണനിഴലിൻ്റെ താഴ്വരയിലൂടെ പോകാം. പക്ഷേ നീ എന്നോടുകൂടി ഇരിക്കുന്ന അവിടെ കർത്താവ് ആബ്സെൻ്റ് അല്ല. നിങ്ങൾ എത്ര പേർ ഈ ടൂറിനൊക്കെ പോകുന്ന സമയത്ത് ഏതെങ്കിലും ലേക്കിൽ സ്പീഡ് ബോട്ടിലൊക്കെ പോയിട്ടുണ്ട്? അവർ തന്നെ ഒരു ലൈഫ് ജാക്കറ്റ് പോലത്തെ ഒരു സാധനമൊക്കെ നമ്മളെ ഇടിക്കും അല്ലേ, വീണാലും പൊങ്ങിക്കിടക്കാവുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ലൈഫ് ബോയ് ടൈപ്പ് കാണും. അപ്പോൾ ബോട്ടുകളിൽ, കപ്പലുകളിലെല്ലാം ഇതുണ്ട്. ഇതിൻ്റെ ജോലി, ഈ ലൈഫ് ഗാർഡിൻ്റെ ജോലി കടലിലുള്ള തിരമാലകളെയൊക്കെ ഒന്ന് ഒതുക്കുകയോ അല്ലെങ്കിൽ ഈ വെള്ളത്തെ മാറ്റുകയോ ഒന്നുമല്ല. ആ വെള്ളത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, അതിന് നടുവിൽ. അപ്പോൾ ദൈവം എല്ലാ ജീവിതത്തിൽ വരുന്ന എല്ലാ വെല്ലുവിളികളെയും കർത്താവ് എടുത്ത് മാറ്റണമെന്നില്ല. ബട്ട് ഹി അഷ്യൂർസ് ഓർ എൻഷ്യൂർസ് യുവർ പ്രിസർവേഷൻ. നശിച്ചു പോകാതെ കാക്കും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നമ്പർ 4, പ്രൊട്ടക്ഷൻ ഈസ് സ്ട്രെങ്തൻഡ് ബൈ ട്രസ്റ്റ് ഇൻ ഗോഡ്. കർത്താവിലുള്ള ആശ്രയവും വിശ്വാസവും ആണ് സംരക്ഷണത്തെ ശക്തീകരിക്കുന്നത്. കാരണം ഗോഡ്സ് പ്രൊട്ടക്ഷൻ ഈസ് എക്സ്പീരിയൻസ്ഡ് മോസ്റ്റ് ഫുള്ളി ബൈ ദോസ് ഹു ട്രസ്റ്റ് ഇൻ. ദൈവിക സംരക്ഷണം അനുഭവിക്കുന്നത് ആരാണെന്നറിയാമോ? കർത്താവിൽ വിശ്വസിക്കുന്നവർ. അവർക്ക് മാത്രമേ അത് അനുഭവിക്കാൻ പറ്റൂ. അല്ലാത്തവർ രക്ഷപ്പെട്ടാലല്ല, കഷ്ടിച്ച് രക്ഷപ്പെട്ടു, എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു, ഒരാൾ വന്ന് എന്നെ രക്ഷപ്പെടുത്തി, ഒരാൾ വന്ന് എൻ്റെ തലമുടിക്ക് പിടിച്ച് വെള്ളത്തിൽ നിന്ന് വലിച്ചുകൊണ്ട് പോയി, ഇത്രയും മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചുള്ള അതിനകത്തുള്ള ദൈവസാന്നിധ്യവും അതിനകത്തുള്ള ദൈവത്തിൻ്റെ കരുതലും ദൈവപ്രവൃത്തിയും ഗ്രഹിക്കും, ദൈവത്തെ സ്തുതിക്കും. 20-ാം സങ്കീർത്തനം 7-ാമത്തെ വചനം പറയുന്നത്, സം ട്രസ്റ്റ് ഇൻ ചാരിയറ്റ്സ് ബട്ട് വി ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ചിലർ രഥങ്ങളിൽ ആശ്രയിക്കും, ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അപ്പോൾ രഥങ്ങളൊക്കെ ഇവിടെയുള്ള സാധനങ്ങളാണ്, പക്ഷേ
രഥങ്ങളുടെ മുകളിലുള്ളവനുണ്ട്. സദൃശവാക്യങ്ങൾ 3, 5, 6 വചനങ്ങൾ കാണുന്നത് ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. നിൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ അങ്ങ് വിശ്വസിക്കുക. ഒരു ചെറിയ പ്രവാചകൻ എന്നറിയപ്പെടുന്ന നഹൂം എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ട്. നെഹം 1:7, 7 വചനത്തിൽ ദ ലോർഡ് ഈസ് എ റെഫ്യൂജ് ഇൻ ടൈംസ് ഓഫ് ട്രബിൾ. കഷ്ടകാലത്ത് കർത്താവ് ഒരു വലിയ അഭയകേന്ദ്രമാണ്. ഹല്ലേലൂയ. പണ്ടൊരു പാട്ടുണ്ട്, യേശു എന്ന അഭയകേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ. വാവ്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആശ്രയവും വിശ്വാസവുമാണ് ദൈവത്തിൻ്റെ സംരക്ഷണത്തോട് നമ്മെ കണക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം മറക്കരുത്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ദൈവിക സംരക്ഷണം ഇന്നു മുതൽ നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നു, അത് എൻജോയ് ചെയ്യാൻ പോകുന്നു, അത് എൻജോയ് ചെയ്തൊരു സാക്ഷ്യമാക്കി മാറ്റാൻ പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക സംരക്ഷണം അനുഭവിച്ചിട്ടുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലിടണം, എനിക്കൊന്ന് വായിക്കണം. അതുപോലെ ആപത്തുകളിൽ നിന്ന് വിടുവിക്കപ്പെട്ട സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ എഴുതണം, കമൻറ്റ് സെക്ഷനിലിടുക. ഒത്തിരി പേര് വായിക്കട്ടെ. കൈനീട്ടാമോ? ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. ദൈവിക സംരക്ഷണം അനുഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹങ്ങളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതഞ്ഞ് എൻജോയ് ചെയ്യാനും കർത്താവിൽ വിശ്വസിച്ചത് മനസ്സിലാക്കാനും സഹായിക്കണമേ. കൂടാതെ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടട്ടെ. രോഗികളെ സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ കരം നീട്ടിയിട്ടുള്ളതിനായി നന്ദി പറയുന്നു. വാതരോഗത്താൽ ബുദ്ധിമുട്ടുന്ന ചിലർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും ഈ റൊമാറ്റിക് പ്രോബ്ലത്തിൻ്റെ ചിലത് അതിനകത്തുള്ളതുപോലെയോ അങ്ങനെ എന്തൊക്കെയോ വാദസംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ഹോർമോണൽ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചില ഗ്ലാൻഡുകൾ സൗഖ്യമാകട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ഓരോരുത്തരെയും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവ്, നീ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തേത് കണ്ടതിനായി പ്രത്യേകിച്ച് നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരോടും കൂടി ഇരിക്കട്ടെ. നാളത്തേത് കാണാൻ മറക്കരുത്. ഇതിൻ്റെ ലിങ്കുകൾ ദയവായി നിങ്ങൾ വാട്സപ്പ് സ്റ്റേറ്റസിലിടുകയും കമ്മ്യൂണിറ്റികളിലും മറ്റ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റുകളിലും ഗ്രൂപ്പുകളിലൊക്കെ ഇട്ട് കൊടുക്കുക. ഒത്തിരി പേര് അനുഗ്രഹിക്കപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.